ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന സ്കീമിൻ്റെ അപ്രൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളും ഫെബ്രുവരി അവസാനത്തോടെ തന്നെ ആരംഭിക്കുകയാണ്. 3800 കോടി രൂപ ഈ പദ്ധതിക്കായി ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഈ തുക എല്ലാം തന്നെ, അതായത് ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇതുവരെ 16 ലക്ഷം അപേക്ഷകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. എത്രയും വേഗം ബാക്കിയുള്ളവരും കൂടി അപേക്ഷ വെക്കാൻ ശ്രദ്ധിക്കുക. സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത BPL, AAY റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കുള്ളതാണ് ഈ പദ്ധതി. നിലവിൽ ഇതിന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ വർഷങ്ങളിലും ഈ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 35 വയസ്സെത്തുന്ന ആളുകൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് ഇനി ഉണ്ടാവുക. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ വേണ്ടി അപേക്ഷ വെച്ച് അപ്രൂവൽ ആയോ എന്ന് വീട്ടിലിരുന്ന് തന്നെ മൊബൈലിൽ ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടി K-സ്മാർട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് എടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായി ലോഗിൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ 3 ഓപ്ഷൻ അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് സിറ്റിസൺ ലോഗിൻ എന്ന ഈ ഓപ്ഷൻ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പിന്നീട് എത്തുക. ഇവിടെ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം OTP കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലായിരിക്കും എത്തുക. അതിനുശേഷം ഇവിടെ മുകൾ ഭാഗത്തായിട്ട് മൈ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് എൻ്റർ ചെയ്യുക. ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു പേജിൽ താഴെ ഇടതുവശത്തായിട്ട് നമുക്ക് കാണാം ചീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് കാണാൻ കഴിയും. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നൽകിയിട്ടുള്ള അപേക്ഷ ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാവുന്നതാണ്. എൻ്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കാണിക്കുന്നത് സബ്മിറ്റഡ് എന്നാണ്. അതിന് താഴെയായിട്ട് ഒരു കണ്ണിൻ്റെ സിമ്പിൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് എൻ്റർ ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാനും സാധിക്കും. അതുപോലെ അതിനടുത്തായി ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഐക്കണും കാണാം. അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റഡ് എന്ന ഭാഗത്ത് അപ്രൂവ്ഡ് എന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇവിടെ സബ്മിറ്റഡ് എന്ന ഭാഗത്ത് റിട്ടേൺ ടു സിറ്റിസൺ എന്നായിരിക്കും കാണുക. ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ അതിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അക്ഷയയിൽ പോവാതെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആണോ എന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.